കോഴിക്കോട് താമരശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചുരത്തിന്റെ 8ാം വളവിൽ വെച്ചാണ് സംഭവം. കൂടുതൽ വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, ആളപായമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? ആദ്യമായ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. കൂടുതൽ വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, ആളപായമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? ലിബിഷ്, താമരശ്ശേരി ചുരം 8ാം വളവിനും 9ാം വളവിനും ഇടയിലാണ് ഈ കാർ കത്തി നശിച്ചത്. ഇതിൽ ദൃക്സാക്ഷികൾ പറയുന്നത് അനുസരിച്ച് ഇതിലൊരു യാത്രക്കാരൻ മാത്രമാണ് ഉണ്ടായത്. കാറിന്റെ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായത്. അവർ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ കാർ പൂർണ്ണമായും കത്തിയത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് വരികയായിരുന്നു ഈ കാർ. അതിൽ എന്താണ് ഇതിനുള്ള ഒരു പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് യാത്രക്കാരെങ്കിലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും കൽപ്പറ്റ ഫയർഫോഴ്സ് തീ ഇപ്പോൾ ഭാഗികമായി അണച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം പരിശോധിക്കുകയാണ്. ഇത് എന്താണ് കാറിന്റെ കാലപ്പഴക്കവും ഷോർട്ട് സർക്യൂട്ടുമാണ് ഈ ഒരു കത്തി നശിക്കാനുള്ള ഒരു തീ പിടിക്കാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇതിൽ എന്തെങ്കിലും തരത്തിൽ കാറിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം പരിശോധിക്കുകയാണ്. ശരി മേഘന, കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് കാറിന് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു.